ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് RRB NTPC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏതായാലും റീസെൻ്റ്ലി RPF അതേപോലെ ലോക്കോ പൈലറ്റ് പരീക്ഷകൾ ALP എക്സാം ഒക്കെ കഴിഞ്ഞു വന്ന കുട്ടികൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ഏകദേശം അതേപോലെയുള്ള ചോദ്യങ്ങൾ, അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ അവർക്ക് പരീക്ഷാ ഹാളിൽ കിട്ടി അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അവർക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ അത് നമ്മളെ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം അത് അങ്ങനെ തന്നെ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് കഴിയുന്നത്ര ഈ മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷ അങ്ങനെയുള്ള ക്ലാസ്സുകൾ വീഡിയോ ആക്കി തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു വാക്ക് കേൾക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ അറിയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാണ്. എ സം ഓഫ് ₹15,000 ഇൻവെസ്റ്റഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ടിങ് ആനുവലി എന്ന് ബ്രാക്കറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, at the rate of 12% per annum for 2 years, find the compound interest. അപ്പോൾ നമ്മൾ പാസ്കൽസ് ട്രയാങ്കിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. അപ്പോൾ പാസ്കൽസ് ട്രയാങ്കിൾ പ്രകാരം അതിൽ നമ്മൾ നോക്കുന്നത് 2 വർഷത്തെ വാല്യൂ ആണ്. ഈ 2 വർഷത്തെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ 1, 2, 1 എന്നുള്ളതാണ്. അതിൽ 1ൻ്റെ താഴെ നമ്മൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എടുക്കുന്നു. എത്രയാണ്? 15,000. അടുത്ത ഈ 2ൻ്റെ താഴെ നമ്മൾ എന്ത് എഴുതുമെന്ന് ചോദിച്ചാൽ ഈ റേറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 12%. സോ 15,000ൻ്റെ 12% കണ്ടുപിടിച്ച് എഴുതുന്നു 1,800. അതേപോലെ 1ൻ്റെ താഴെ എന്ത് എഴുതുന്നു എന്ന് ചോദിച്ചാൽ ഈ 1,800ൻ്റെ 12% കണ്ടുപിടിച്ച് എഴുതുന്നു. എത്ര കിട്ടുന്നു? 216. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദ്യമെങ്കിൽ ആദ്യത്തെ വാല്യൂ നമ്മൾ എടുക്കത്തില്ല. അതായത് നമുക്കിനിയും ചെയ്യേണ്ടത് ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഈ 1നെ 15,000 കൊണ്ട് ഗുണിച്ച് ഇവിടെ 15,000 എന്ന് നമ്മൾ എഴുതണം. പക്ഷേ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയെങ്കിൽ ഈ ആദ്യത്തെ വാല്യൂ നമ്മൾ എടുക്കത്തില്ല. 1,800 × 2 3,600, 216 × 1 216. അപ്പം ആകെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ആദ്യത്തെ വാല്യൂ നമ്മൾ എടുക്കത്തില്ല, ബാക്കി രണ്ടുകൂടെ കൂട്ടുക. 3,600 216 കൂട്ടുമ്പോൾ 3,816 എന്ന് കിട്ടും. 3,816. ഇനി മുതലും പലിശയും കൂടെ ആണ് ചോദ്യമെങ്കിൽ 15,000 കൂടെ അതിൻ്റെ കൂടെ കൂട്ടി. അപ്പോൾ നമുക്ക് 18,816 എന്ന് പറയാം. ഇവിടെ പക്ഷേ പലിശ മാത്രമാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ആദ്യത്തെ വാല്യൂ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ആവറേജ് ഹൈറ്റ് ഓഫ് 30 സ്റ്റുഡൻസ് ഈസ് 165 cm. വൺ ഡേ രാകേഷ്, സുമൻ ആൻഡ് മോനു റിമൈൻഡ് ആബ്സെൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ആരൊക്കെയാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളത്? രാകേഷ്, സോനു, മോനു. ഇവർ ഇത്രയും പേരും ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇഫ് ദ ഹൈറ്റ് ഓഫ് രാകേഷ്, സുമൻ ആൻഡ് മോനു റിമൈൻഡ് ആബ്സെൻറ്റ് ഇൻ ദ ക്ലാസ്, ദെയർഫോർ ആവറേജ് വെയ്റ്റ് റെഡ്യൂസ്ഡ് ബൈ 1 cm. ഇവർ ക്ലാസ്സിൽ ഇല്ലാതിരുന്നത് കാരണം ഇവരുൾപ്പെടെയുള്ള ആവറേജ് ആണ് 165 cm. ഈ 3 പേര് രാകേഷ്, സുമൻ ആൻഡ് മോനു ക്ലാസ്സിൽ ഇല്ലാതിരുന്നത് കാരണം ആവറേജ് 1 cm കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നേരത്തെ ആവറേജ് എത്രയായിരുന്നു? നേരത്തെ ആവറേജ് 165 ആയിരുന്നു. ഇപ്പോൾ അത് എത്രയായി? 164 ആയി. സോ ആവറേജ് എത്ര കുറഞ്ഞു? 1 കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നേരത്തെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ നേരത്തെ തുക നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 165 പേരാണ്, 165 ആയിരുന്നു ആവറേജ്, 30 പേരുണ്ട്. അപ്പോൾ തുക എത്ര ആയിരിക്കും? 165 × 30 എത്ര കിട്ടും നമുക്ക്? 4,950 എന്ന് കിട്ടും. ഇപ്പോൾ 164 ആണ് ആവറേജ്. നേരത്തെ 30 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഈ 3 പേരില്ല. ആരൊക്കെ? രാകേഷും സുമനും മോനും ഇല്ല. അപ്പോൾ എത്ര പേരാവുള്ളത്? 27 പേരാവുള്ളത്. അപ്പോൾ അവരുടെ തുക എത്ര ആയിരിക്കും? 164 × 27 എത്ര കിട്ടും? 4,428 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര ആയിരിക്കും? എന്തിനാണ് വ്യത്യാസം എടുക്കുന്നത്? ഈ വ്യത്യാസം എന്ന് പറയുന്നത് ആരായിരിക്കും? ഇത് 30 പേരുടെ തുകയാണ് 4,950. 4,428 എന്ന് പറയുന്നത് 27 പേരുടെ തുകയാണ്. അപ്പോൾ ബാക്കി ഈ രാകേഷും അതുപോലെ സോമുവും മോനും ഇവരുടെ വയസ്സിൻ്റെ തുക എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അതായത് ഈ 4,950 നിന്ന് 4,428 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും അവരുടെ വയസ്സ്, അല്ലെങ്കിൽ വയസ്സല്ലല്ലോ, ഉയരം, ഹൈറ്റ്. എത്ര കിട്ടും? 522 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 522
രണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ രാകേഷിൻ്റെയും സോനുവിൻ്റെയും മോനുവിൻ്റെയും വയസ്സിൻ്റെ തുകയാണ്. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? ഈ 522 കിട്ടുന്നത്. ഇനി ഈ രാകേഷിൻ്റെയും സോനുവിൻ്റെയും മോനുവിൻ്റെയും കാര്യം പറയുന്നുണ്ട്. എന്താണ്? അവരുടെ വയസ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇഫ് ദ വയസ്സല്ല, ഉയരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇഫ് ദ ഹൈറ്റ് ഓഫ് രാകേഷ് സുമൻ ഈസ് സെയിം. രാകേഷും സുമനും സെയിം ആണ്. സോ രണ്ടും ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. ബോത്ത് വുഡ് ബി സ്മോളർ ദാൻ മോനു ബൈ 3 സെൻറ്റിമീറ്റർ. അപ്പം മോനുവിനേക്കാൾ ഇവർ രണ്ടുപേരും 3 സെൻറ്റിമീറ്റർ കുറവാണ്. അപ്പോൾ മോനുവിൻ്റെ വയസ്സെന്ന് പറയുമ്പം ഈ രണ്ടുപേരുടെ വയസ്സിനേക്കാളും 3 കൂടുതലായിരിക്കത്തില്ലേ? സോ എക്സ് പ്ലസ് 3. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. എക്സും എക്സ് പ്ലസ് 3 കൂടെ കൂട്ടുമ്പോൾ 3 എക്സ് ഉണ്ട്. അതുകൊണ്ട് 3x പ്ലസ് 3 എന്ന് പറയുന്നതായിരിക്കും ഈ 522. അപ്പോൾ നമുക്ക് 3x എന്ന് പറയുമ്പം ഈ 522 നിന്ന് ഇവിടുത്തെ ഈ പ്ലസ് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 519 കിട്ടും. സോ 3x 519 അപ്പോൾ എക്സ് എന്ന് പറയുമ്പം 519 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? നമുക്ക് 173 എന്ന് കിട്ടും. സോ എക്സ് അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആരുടെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഇസ് എ ഹൈറ്റ്? വയസ്സല്ലല്ലോ, ഞാൻ എപ്പോഴും വയസ്സെന്നാണ് പറയുന്നത്. വയസ്സല്ല ഹൈറ്റ്. സോ മോനുവിൻ്റെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. മോനുവിൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3 ആണ്. അപ്പോൾ 173 പ്ലസ് 3 എത്ര കിട്ടും? 176 എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ ബി ഓപ്ഷനാണ് ആൻസർ. 176 ഓപ്ഷൻ ബി. യെസ്. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 15,000 at a rate of 7% per annum for 3 years. മക്കളെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല. ഒരു വർഷം 7%. ഒരു വർഷം 7% ആണെങ്കിൽ 3 വർഷം കൊണ്ട് കിട്ടുന്നത് എത്ര ആയിരിക്കും? 7 × 3 എത്രയാണ്? 21% ആയിരിക്കും അല്ലേ? ഒരു വർഷം 7% ആണെങ്കിൽ 3 വർഷം കിട്ടുന്നത് 21% ആയിരിക്കും. അതായത് 15,000-ൻ്റെ 21% കണ്ടുപിടിച്ചാൽ മതി. 15,000-ൻ്റെ 21% ആയിരിക്കും നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്. 2 0 വെട്ടിക്കളയാം. സോ 150 × 21. 150-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 300 ആണെങ്കിൽ 20 കൊണ്ട് ഗുണിച്ചാൽ 3000 ആയിരിക്കും. പിന്നെ ഒരു പ്രാവശ്യം കൂടെ 150 കൂട്ടുക. 3000-ൻ്റെ കൂടെ 150 ഒരു പ്രാവശ്യം കൂട്ടുമ്പോൾ 3150. 21 കൊണ്ടല്ലേ ഗുണിക്കാൻ പറഞ്ഞത്. സോ 20 കൊണ്ട് ഗുണിക്കുക, പിന്നെ 1 കൊണ്ട് ഗുണിക്കുക, 2 കൂടെ കൂട്ടുക. 150-ന് 20 കൊണ്ട് ഗുണിച്ചാൽ 3000, 150-ന് 1 കൊണ്ട് ഗുണിച്ചാൽ 150, അല്ലെങ്കിൽ 150. സോ 3000-ഉം 150 കൂടെ കൂട്ടുമ്പോൾ 3150. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. Find the product of two numbers whose LCM is 45 and HCF is 10. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം കണ്ടുപിടിക്കണം. അതിൻ്റെ LCM 45 ആണ്, HCF 10 ആണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? രണ്ട് സംഖ്യകളുടെ LCM-നെ, എക്സും വൈയും രണ്ട് സംഖ്യകളാണെങ്കിൽ അതിൻ്റെ LCM-നെ അവരുടെ തന്നെ HCF കൊണ്ട് ഗുണിച്ചാൽ, അതായത് എക്സും വൈയുടെയും HCF കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഗുണനഫലമായിരിക്കും. സോ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ട് സംഖ്യകളുടെ LCM-നെ രണ്ട് സംഖ്യകളുടെ HCF കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എപ്പോഴും ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഗുണനഫലമായിരിക്കും. ഇവിടെ സംഖ്യകളുടെ LCM 45 ആണ്, സംഖ്യകളുടെ HCF 10 ആണ്. സോ അതായിരിക്കും സംഖ്യകൾ തമ്മിലുള്ള ഗുണനഫലം. സോ സംഖ്യകൾ തമ്മിലുള്ള ഗുണനഫലം എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ അല്ലേ? എത്ര ആയിരിക്കും? 45 × 10 എത്ര കിട്ടും? 450. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ എ. വളരെ പെട്ടെന്ന് ചെയ്യാം. അടുത്ത ചോദ്യം എന്താണ്? ദ റേഷ്യോ ഓഫ് ഗ്ലിസറിൻ ആൻഡ് വാട്ടർ ഇൻ എ മിക്സ്ചർ ഇസ് 3:1. How much fraction of the mixture must be drawn off and substituted by water so that the ratio of glycerin water becomes 1:1? ഈ ചോദ്യം നമുക്ക് ഒന്നുകിൽ എക്സ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഗ്ലിസറിനും വാട്ടറും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 3:1 ആണ്. 3:1 ആണ്. 3:1. How much fraction of the mixture must be drawn off and substituted by water? അതായത് ഇതിൽ നിന്ന് എടുക്കുന്ന മിക്സ്ചറിൻ്റെ, അതായത് എക്സ് മിക്സ്ചർ നമ്മൾ പുറത്തെടുത്താൽ എക്സ് ലിറ്റർ തന്നെ, എക്സ് ലിറ്റർ മിക്സ്ചർ നമ്മൾ പുറത്തെടുത്താൽ എക്സ് ലിറ്റർ വാട്ടർ തന്നെ നമ്മൾ അതിലേക്ക് ഒഴിക്കും. അങ്ങനെ ആവുമ്പോൾ ഇത് ഈക്വൽ ആവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ 3:1 എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൽ 4 എണ്ണത്തിൽ ഏതെങ്കിലും ആയിരിക്കുമല്ലോ എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. പക്ഷേ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു റിയൽ വാല്യൂ വേണം. ഇവിടെ നമുക്ക് ഈ റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ, എത്ര ലിറ്റർ ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അസ്യൂം ചെയ്യുവാണ് ഈ ഗ്ലിസറിനും വാട്ടറും എല്ലാം കൂടെ 12 ലിറ്റർ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് തന്നെ 12 എടുത്തേ, 4 ലിറ്റർ എടുക്കാമായിരുന്നല്ലോ. 4 ലിറ്റർ എടുത്താൽ 3 ലിറ്റർ ഗ്ലിസറിനും 1 ലിറ്റർ വാട്ടറും ഒന്ന് സാറിന് ഈസി ആയിട്ട് എടുക്കാമായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഈ 12 എടുത്തത്? കാരണം ഇവിടെ കിടക്കുന്നത് ഫ്രാക്ഷൻ അല്ലേ. എനിക്ക് ഈ ഫ്രാക്ഷൻസിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തു, ഈ 4നെ ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രൈം സസ്പെക്ട് എന്ന് പറയുന്നത് ഈ 1/3 ആണ്. അപ്പോൾ 4ഉം 3ഉം, അതുകൊണ്ട് ഞാൻ 4ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണെങ്കിൽ എനിക്ക് ഫ്രാക്ഷൻ വെച്ച് കളിക്കാനൊക്കെ എളുപ്പമാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, 12 എടുത്തു. ഓക്കെ, 12 എടുത്തു. അപ്പോൾ ഗ്ലിസറിൻ്റെ അളവ് എത്ര ആയിരിക്കും? 12 × 3/4. വാട്ടറിൻ്റെ അളവ് എത്ര ആയിരിക്കും? 12 × 1/4. അപ്പോൾ എനിക്ക് ഗ്ലിസറിന് എത്ര കിട്ടി? 9. വാട്ടർ എത്ര കിട്ടി? 3. ഇനി എന്താണ്, ഈ 12ൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത് എത്രയാണ്? 1/3 ആണ്. കാരണം എൻ്റെ ആൻസർ ഇതാണെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു. ഇതാണെന്ന് വെച്ച് ഞാൻ ചെയ്യുക, ഇത് ആൻസർ ഓപ്ഷൻ എടുത്ത് ചെയ്യുക. അപ്പോൾ 1/3 പുറത്തേക്ക് എടുത്തു. അപ്പോൾ 12 × 1/3 എത്ര ഞാൻ പുറത്തേക്ക് എടുത്തു? 4 പുറത്തേക്ക് എടുത്തു. 4 ലിറ്റർ മിക്സ്ചർ ഞാൻ പുറത്തേക്ക് എടുത്താൽ 4ഉം ഗ്ലിസറിൻ ആയിരിക്കുമോ 4ഉം വാട്ടർ ആയിരിക്കുമോ? അല്ല, ഗ്ലിസറിനും വാട്ടറും കൂടെ ആയിരിക്കും വരുന്നത്. ഏത് റേഷ്യോയില്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഗ്ലിസറിൻ വാട്ടറും തമ്മിലുള്ള റേഷ്യോയിലായിരിക്കും പുറത്തേക്ക് വരിക. ഈ മിക്സ്ചർ ഗ്ലിസറിനും വാട്ടറോടെ 3:1 എന്ന റേഷ്യോയിൽ കലർന്ന് കിടക്കുവാണെങ്കിൽ അതിൽ നിന്ന് ഞാൻ ഒരു തുള്ളി എടുത്താൽ പോലും അത് ഏത് റേഷ്യോയിലായിരിക്കും വരിക? ഈ ഗ്ലിസറിനും വാട്ടറും തമ്മിൽ ഇപ്പോൾ ഉള്ള റേഷ്യോയിലായിരിക്കും. അപ്പം ഞാൻ 4 എടുത്താൽ എത്രയായിരിക്കും പുറത്തേക്ക് വരിക? 4 × 3/4ഉം 4 × 1/4. അപ്പോൾ കണ്ടോ, ഇതൊക്കെ ഈ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 12 എടുത്തത്. അപ്പോൾ ഇവിടെ 3ഉം ഇവിടെ 1ഉം, നോക്കിക്കേ, 6ഉം 2ഉം. ഇനി ഈ എടുത്ത അതേ സാധനം തന്നെ ഞാൻ തിരിച്ചൊഴിക്കുന്നു. അപ്പം തിരിച്ച് ആഡ് ചെയ്യുന്നത് എത്ര? 4. വാട്ടർ തന്നെ. ഗ്ലിസറിൻ വല്ലതും ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, അളവ് നോക്കിക്കേ, 6:6 ആയില്ലേ രണ്ടിടത്തും? അപ്പോൾ ഈക്വൽ ആയില്ലേ? അപ്പോൾ ഞാൻ എടുത്തത് കറക്റ്റ് അല്ലേ? എൻ്റെ ആൻസർ ശരിയല്ലേ? യെസ്. സോ എൻ്റെ ആൻസർ കറക്റ്റാണ്. 6:6 എന്ന് പറഞ്ഞാൽ 1:1 അല്ലേ? 6:6 എന്ന് പറഞ്ഞാൽ 1:1 ആണ്. സോ ഞാൻ ചെയ്തത് കറക്റ്റാണ്. ആൻസർ എത്രയാണ്? 1/3. അല്ല, നിങ്ങൾക്ക് ഇനി എക്സ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഗ്ലിസറിൻ 3x എന്നും വാട്ടർ x എന്നും എടുക്കുക. y ലിറ്റർ പുറത്തെടുക്കുന്നെന്ന് വിചാരിക്കുക. എന്നിട്ട് അതുപോലെ ഈ y × 3/4ഉം y × 1/4 ഒക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് ഉറപ്പാണ് അതിനേക്കാളും സമയം കുറവായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും എളുപ്പം ഈ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും. കാരണം കൂടിപ്പോയാൽ അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ 4 ഓപ്ഷൻ എടുത്ത് നോക്കണമെന്നല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് ചോദ്യത്തിൽ നിന്ന് ഉത്തരത്തിലേക്ക് പോകുന്ന പോലെ തന്നെ നമുക്ക് ഉത്തരത്തിൽ നിന്നും ചോദ്യങ്ങളിലേക്കും പോകാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതും നല്ലൊരു മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ആണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷനിൽ നിന്ന് ചെയ്യാം. ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ ചോദ്യത്തിലൊക്കെ ഒരുപാട് ഫ്രാക്ഷനും കാൽക്കുലേഷനും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ആലോചിച്ചും നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ്? A and B can do a piece of work in 8 and 10 days respectively with the help of C. സിയുടെ സഹായത്തോടു കൂടി അവരെന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? ആ ജോലി 4 ദിവസം കൊണ്ട് തീർത്തു. അപ്പം എയും ബിയും 8ഉം 10ഉം ദിവസം കൊണ്ട് ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി. അപ്പോൾ എയും ബിയും സിയും കൂടെ ചേർന്ന് ആ ജോലി ചെയ്യാനായിട്ട് 4 ദിവസം എടുത്തു. സോ ഇത് ഇവരുടെ ടൈമിൻ്റെ റേഷ്യോ ആണ്. നമ്മൾ വേജസ് ആർ ടു ബി പെയ്ഡ് അക്കോർഡിംഗ് ടു ദെയർ എഫിഷ്യൻസി. കൂലി കൊടുക്കുന്നത് എപ്പോഴും നമ്മുടെ എഫിഷ്യൻസി റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? ടൈമും എഫിഷ്യൻസിയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. എന്താണ്? ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണ്. സോ 8ൻ്റെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ 1/8. കാരണം ടൈമിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എഫിഷ്യൻസി കൂടിയാൽ ടൈം കുറയും, എഫിഷ്യൻസി കുറഞ്ഞാൽ ടൈം കൂടും. സോ എഫിഷ്യൻസിയും ടൈമും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? അത് തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. സോ 8 ടൈം എങ്കിൽ എഫിഷ്യൻസി അതിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും, വിൽക്രമമായിരിക്കും, റെസിപ്രോക്കൽ ആയിരിക്കും. നേരെ തിരിച്ചിടുക. എത്ര കിട്ടുന്നു? സോ 1/8 എന്ന് കിട്ടി. ഇനി ഇവിടെ എത്ര? 1/10. ഇവിടെ എത്ര? 1/4. ശരിയല്ലേ?
ഇനി എന്താ ചെയ്യേണ്ടത് നമ്മളിതിനെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. LCM എത്ര ഇവരുടെ ഈ നമ്പേഴ്സിൻ്റെ LCM എത്രയാണ്? 40. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടുന്നു? 5, ഇവിടെ 4, ഇവിടെ 10. അപ്പോൾ നോക്കിക്കേ, ഈ 10 കണ്ടോ നിങ്ങൾ? ഈ 10 എന്ന് പറയുന്നത് സിയുടെ മാത്രം എഫിഷ്യൻസി അല്ല, എയുടെയും ബിയുടെയും സിയുടെയും കൂടെ അല്ലേ? അപ്പോൾ എയുടെ 5ഉം ബിയുടെയും 4ഉം, എയുടെയും ബിയുടെയും സിയുടെയും കൂടെ 10. അപ്പോൾ ഈ 10-നകത്ത് ഈ 5ഉം 4ഉം വന്നില്ലേ? എടാ മക്കളെ, എയ്ക്ക് 5, ബിക്ക് 4, എയ്ക്കും ബിക്കും സിക്കും ഇവിടെ 10. അപ്പോൾ എയുടെ 5, ബിയുടെ 4, അപ്പോൾ സിയുടെ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുതിയൊരു റേഷ്യോ കിട്ടിയില്ലടാ. എന്തുവാ? A/B/Cയുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടിയില്ലയോ? എത്ര? 5:4:1. അപ്പോൾ ഇതാണ് എയും ബിയും സിയും തമ്മിലുള്ള എഫിഷ്യൻസിയുടെ റേഷ്യോ. അപ്പോൾ ഈ റേഷ്യോയിലാണ് അവർക്ക് പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ആകെ എത്ര രൂപയാണ് ഉള്ളത്? 1848 രൂപയാണ് ആകെ. അത് ഈ റേഷ്യോയിൽ വീതിക്കണം, 5:4:1. അപ്പോൾ സിയുടെ ഷെയർ എന്ന് പറയുമ്പോൾ 1848 ഇൻറ്റു സിയുടെ ഷെയർ ഇതാണ് അല്ലേ? 1 ഡിവൈഡഡ് ബൈ 5, 4, 9, 1, 10. അപ്പോൾ 1848 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. 184.8. ആൻസർ എത്ര? 184.8. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം യെസ്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ഇൻ ദ ഗിവൺ ഫിഗർ? അപ്പോൾ എത്ര ത്രികോണങ്ങളാണ് ഈ ഒരു ചിത്രത്തിലുള്ളത് എന്നാണ് ചോദ്യം. നമ്മളിവിടെ നോക്കുമ്പോൾ ചെറിയ ത്രികോണങ്ങളെല്ലാം ആദ്യം എണ്ണുക. 1, 2, 3, 4, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇനി നമ്മൾ ത്രികോണങ്ങൾ എണ്ണുമ്പോൾ ചെറിയ ത്രികോണങ്ങൾ ആദ്യം. ഇപ്പോൾ ചെറിയ ത്രികോണങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ, സ്മോൾ ട്രയാങ്കിൾസ്, ടൈനി ട്രയാങ്കിൾ എന്ത് പറയുക, 7 എണ്ണം. ഇനി അതല്ലാതെ 2 എണ്ണം ചേർന്ന് ഉണ്ടാവുന്നതൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ്? 1ഉം 2ഉം ചേർന്ന് ഒരു ത്രികോണമുണ്ട്. അതുപോലെ 2ഉം 3ഉം ചേർന്ന് വരത്തില്ല, 3ഉം 4ഉം ചേർന്ന് ഒരെണ്ണമുണ്ട്. അതേപോലെ ഇത് 1ഉം 3ഉം ചേർന്ന് ഒരെണ്ണമുണ്ട്. പിന്നെ അതേപോലെ 1ഉം 2ഉം 3ഉം 4ഉം 1ഉം 3ഉം 2ഉം 4ഉം ചേർന്ന് ഒരെണ്ണമുണ്ട്. അതേപോലെ നോക്കിക്കോ, 6ഉം 7ഉം ചേർന്നൊരു വലിയ ത്രികോണമുണ്ട്. അതേപോലെ പിന്നെ നോക്കിക്കോ, 3ഉം 4ഉം 5ഉം ചേർന്നൊരു ത്രികോണമുണ്ട്. 3ഉം 4ഉം 5ഉം ചേർന്ന് ഇങ്ങനെ, ഇത് 3ഉം 4ഉം 5ഉം ചേർന്നൊരു ത്രികോണമുണ്ട്. പിന്നെ 7ഉം 3ഉം 4ഉം ചേർന്നൊരു ത്രികോണമുണ്ട്. ഇവിടെ 5ഉം 6ഉം ചേർന്നൊരു ത്രികോണമുണ്ട്. 5ഉം 6ഉം ചേർന്നൊരു ത്രികോണം. അപ്പോൾ എത്ര എണ്ണമായി? 7, 8, 9, 10, 11, 12, 13, 14, 15. ഇനി വല്ലതും ഉണ്ടോ? ഇല്ല, എല്ലാം നമ്മൾ എടുത്തു. സോ 15 ത്രികോണങ്ങളവിടെ. ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം, ദ റേഷ്യോ ഓഫ് 3 നമ്പേഴ്സ് ഈസ് 3:4:5. ഇഫ് ദ സം ഓഫ് ദെയർ സ്ക്വയേഴ്സ്, ഇപ്പോൾ സ്ക്വയർ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും ഈ 3:4:5 മാത്രം വെച്ച് ചെയ്യരുത്. കാരണം ശരിക്കും നമ്പർ 3ഉം 4ഉം 5ഉം അല്ല. 3യുടെയോ 4ൻ്റെയോ 5ൻ്റെയോ ഒരു കോമൺ മൾട്ടിപ്പിൾ കൊണ്ട് നിങ്ങൾക്ക് 3നെ, അവരുടെ LCM എന്നല്ല ഞാൻ പറഞ്ഞത്, 3ഉം 4ഉം 5ഉം ഇവരെ എല്ലാവരെയും ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ശരിക്കുള്ള നമ്പർ കിട്ടുന്നത്. അപ്പോൾ 3യെയും 4നെയും 5നെയും ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ശരിക്കുള്ള നമ്പർ. ആ ഏതോ ഒരു നമ്പറിനെ നമ്മൾ വിളിക്കുന്നതാണ് എക്സ്. അപ്പോൾ 3x, 4x, 5x. ഓക്കെ, ഇനി എന്താ? അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. 3xും 4xും 5xും ആണ്. ഇനി ഇതിൻ്റെ സ്ക്വയേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക? 3യുടെ സ്ക്വയർ എത്ര? 3xൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9x². 4xൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 16x². 5xൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 25x². അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50x² എന്നാണ്. ഈ 50x² ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എത്രയാണ്? 1250. 1250. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 1250 ഡിവൈഡഡ് ബൈ 50. എത്ര കിട്ടും നമുക്ക്? എത്ര കിട്ടും? 25 എന്ന് കിട്ടും. x² 25 ആണെങ്കിൽ എക്സ് എത്ര ആയിരിക്കും? √25 5. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? സം ഓഫ് 3 നമ്പേഴ്സ്. സം ഓഫ് 3 നമ്പർ എന്ന് പറയുമ്പോൾ 3xും 4xും 5xും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും?
4 3 7 5 12 12x എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ 12x എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 5 അല്ലേ? ആൻസർ എത്ര കിട്ടും? 60. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, in what proportion must a grocer mix sugar at rupees 48 per kg and rupees 28 per kg so that he makes a mixture worth rupees 40 per kg? Mixtures and alligation എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. In what proportion must a grocer mix sugar at rupees 48? സോ 2 ടൈപ്പ് ഷുഗർ ഉണ്ട്. ആദ്യത്തേതിൻ്റെ വില 48, രണ്ടാമത്തേതിൻ്റെ വില 28. ഇത് തമ്മിൽ മിക്സ് ചെയ്ത അയാൾ പുതിയൊരു മിക്സ്ചർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ചീപ്പർ വാല്യൂ എന്നും ഇതിനെ നമ്മൾ ഹയർ വാല്യൂ എന്നും ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്നൊരു വാല്യൂ ഉണ്ട്, അതിനെ നമ്മൾ മീൻ വാല്യൂ എന്ന് വിളിക്കും. ഇവിടെ അയാൾ ഇത് തമ്മിൽ മിക്സ് ചെയ്ത് അയാൾക്ക് എത്ര രൂപയ്ക്ക്? 40 രൂപ വിലയുള്ള പുതിയൊരു വാല്യൂ, പുതിയൊരു മിക്സ്ചർ ഉണ്ടാവണം. ഇതിനെ നമ്മൾ മീൻ പ്രൈസ് എന്ന് വിളിക്കും. സോ അലിഗേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത്ര ഓർത്താൽ മതി. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടും? 8. ഇത് തമ്മിലുള്ള വ്യത്യാസം 28-ന് 40 കുറച്ച് എത്ര കിട്ടും? 12. സോ 12:8. എന്തുകൊണ്ടാണ് ഇത് കുറയ്ക്കുന്നതെന്നും എന്താണ് ഈ വ്യത്യാസം ഇങ്ങനെ എടുക്കുന്നതെന്നും എന്താണ് അലിഗേഷൻ റേഷ്യോ എന്നും ഒക്കെ നമ്മൾ വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കിയാൽ മതി. സോ 12:8. 2നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാമല്ലോ. 2നെ 4 കൊണ്ട് ഹരിക്കാം. 12നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 3. 8നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 2. സോ ആൻസർ എത്രയാണ്? 3:2. 3:2. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം നോക്കാം. If it was Wednesday on 11th December 1899, what will be the day of 17th December 1901? അപ്പോൾ ഈ 11 ഡിസംബർ 1899 വെനസ്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 17-ാം തീയതി അല്ലേ? അതേ വർഷം 17-ാം തീയതി എത്രയാണെന്ന് ആദ്യം നോക്കാം. 17 ഡിസംബർ 1899 എത്ര ആയിരിക്കും? 11-ാം തീയതിയിൽ നിന്ന് 17-ാം തീയതിയിലേക്ക് വരണമെങ്കിൽ 6 ദിവസം കൂട്ടിയാൽ മതിയല്ലോ. മതി. അപ്പോൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഏത് ദിവസമായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും. പിന്നെന്തോ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ തൊട്ടടുത്ത വർഷം നോക്കാം. 17 ഡിസംബർ 1899 കഴിഞ്ഞാൽ പിന്നെ 2000 വരുന്നത്. 1900 വരുന്നത്. 1900 ഏത് ദിവസമായിരിക്കും? ഇത് ലീപ്പ് ഇയർ അല്ല. അവസാനം 2 0 കണ്ടുകൊണ്ട് 4 കൊണ്ട് ഹരിക്കാമെന്ന് വിചാരിക്കരുത്. ലീപ്പ് ഇയർ ആണോ നോക്കുന്നത്? എങ്ങനെ? സാധാരണ ഒരു വർഷമാണെങ്കിൽ 4 കൊണ്ട് ഹരിക്കാൻ പറ്റണം. സെഞ്ചുറി ആണെങ്കിൽ അവസാനം 2 0 വരുന്നതാണെങ്കിൽ 400 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അപ്പോൾ 1900-നെ നമുക്ക് 400 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്തല്ല? ലീപ്പ് ഇയർ അല്ല. അപ്പോൾ 1900 ഡിസംബർ 17 ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ലാത്തൊരു വർഷമാണെങ്കിൽ തൊട്ട് മുമ്പത്തെ വർഷം, ഇപ്പം ഇന്നത്തെ ദിവസം, ഇന്നിപ്പോൾ എത്രയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം? ഡിസംബർ 4 2024. 2025 ഡിസംബർ 4-ാം തീയതി ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു വർഷമാണെങ്കിൽ ഒരു അതിദിവസമാണുള്ളത്, അല്ലെങ്കിൽ ഒരു ഓഡ് ഡേ ആണുള്ളത്. കാരണം നമ്മൾ 365-നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നത് 1 അതുകൊണ്ട് ഒരു ദിവസം കൂടെ മുന്നോട്ട് വരും. അപ്പോൾ അടുത്ത വർഷം ഇതേ ദിവസം വ്യാഴാഴ്ചയായിരിക്കും. എന്നാൽ ലീപ്പ് ഇയർ ആണെങ്കിൽ 366-നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നത് 2. ലീപ്പ് ഇയർ ആണെങ്കിൽ ഒരു വർഷം കൂടെ കൂടും, അതായത് ഒരു ദിവസം കൂടെ കൂടും, അതായത് 2 ദിവസം. ഇന്ന് ബുധനാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം ലീപ്പ് ഇയർ ആണെങ്കിൽ വെള്ളിയാഴ്ചയായിരിക്കും. ഒരു ദിവസം കൂടെ എക്സ്ട്രാ കൂടും. ഇവിടെ ഇപ്പോൾ സാധാരണ വർഷമാണ്, അതുകൊണ്ട് എന്ത് ദിവസമായിരിക്കും? വെനസ്ഡേ തന്നെ ആയിരിക്കും. ഇനി 17 ഡിസംബർ 1901 എന്ന് പറയുന്നതും സാധാരണ വർഷമാണല്ലോ. സോ ഒരു ദിവസം കൂടെ കൂടും. വെനസ്ഡേയുടെ കൂടെ ഒരു ദിവസം കൂടെ കൂടിയാൽ കിട്ടുന്നത് എന്തായിരിക്കും? തേഴ്സ്ഡേ ആയിരിക്കും. സോ ആൻസർ എത്ര ആയിരിക്കും? ഏതായിരിക്കും? തേഴ്സ്ഡേ ആയിരിക്കും. യെസ്. അടുത്ത ചോദ്യം നോക്കാം. Water is flowing at the rate of 5 km/h through a pipe of diameter 14 cm into a rectangular tank which is 50 meter long, 44 meter wide. Time taken in hours for the rise in the level of water in the tank to be 7 cm. അപ്പോൾ നമുക്കൊരു ടാങ്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ ടാങ്കിൻ്റെ മെഷർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? 50 മീറ്റർ നീളം അല്ലേ? ഞാൻ ഈ മെഷർമെൻറ്റ് ഇപ്പോൾ 3D വരയ്ക്കാനൊന്നും ഇപ്പോൾ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാനിവിടെ സൈഡിലോട്ട് എഴുതി തരാം. ലെങ്ത് 50 മീറ്ററും
വിഡ്ത്ത് 44 മീറ്റർ. ഇതിനകത്തിൽ നമുക്ക് വാട്ടർ ലെവൽ 7 മീറ്റർ വരെ ഉയർത്തണം. 7 മീറ്റർ അല്ല, 7 സെൻറ്റിമീറ്റർ വരെ വാട്ടർ ലെവൽ ഉയർത്തണം. ഇതാണ് 7 സെൻറ്റിമീറ്റർ. 7 സെൻറ്റിമീറ്റർ വരെ വാട്ടർ ലെവൽ ഉയർത്തണം. അതിനെത്ര സമയം വേണമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഫ്ലോ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. പൈ ഡിവൈഡഡ് ബൈ 4 ഡി സ്ക്വയർ വി, അല്ലെങ്കിൽ ഡി സ്ക്വയർ ഇൻറ്റു വി. അപ്പോൾ എന്താണ് ഈ ഡിയും വിയും? ഡി ഈസ് ഈക്വൽ ടു വാട്ട്? ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്റർ 0.14 എന്ന് എടുക്കണം. എന്താണ് ഈ 0.14? 0.14 അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മീറ്റർ ആക്കി വേണം എടുക്കാനായിട്ട്. ഇവിടെ ഡയമീറ്റർ പറയുന്നത് സെൻറ്റിമീറ്ററിലാണ്. ഇതിൽ ഡിയും വിയും എല്ലാം മീറ്ററിൻ്റെ ബേസിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? സെൻറ്റിമീറ്റർ 14 എന്ന് എടുക്കരുത്, ഡി ഫോർ ഡയമീറ്റർ. പക്ഷേ സെൻറ്റിമീറ്ററിൽ എടുക്കരുത്, മീറ്ററിൽ എടുക്കണം. സോ 14 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഡി എന്ന് പറയുന്നത് അതാണ്. ഇനി വി എന്ന് പറയുന്നത് എന്താണ്? വി ഫോർ വെലോസിറ്റി. വേഗത എത്ര? 5 km/h ആണ്. 5 km/h ആണ്. പക്ഷെ അവിടെ നമ്മൾ km/h അല്ല എടുക്കേണ്ടത്, മീറ്റർ/h ആണ് എടുക്കാനായിട്ട്. അതായത് 5000 m/h. ഇനി നമ്മളിത് സോൾവ് ചെയ്യുമ്പം എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. സോ പൈ ബൈ 4, പൈ എന്ന് പറയുമ്പോൾ 22/7, വീണ്ടും ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/4 ആയിരിക്കത്തില്ലേ? 4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 22 × 7/4 ഇൻറ്റു ഡി സ്ക്വയർ. ഡി എത്ര? 14/100. സോ 14/100 ഇൻറ്റു 14/100 ഇൻറ്റു വി, വെലോസിറ്റി എത്രയാണ്? 5000 m/h. 5000. എന്തുകൊണ്ടാണ് 5000 നേരത്തെ? 5 കിലോമീറ്റർ. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഗുണിക്കണം. കാരണം 1000 മീറ്റർ ചേരുമ്പോഴാണ് 1 കിലോമീറ്റർ. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നു. ഈ 2 0 കട്ട് ചെയ്ത് കളയുന്നു. ഇവിടെ 2, ഇവിടെ 7, ഇവിടെ 2, ഇവിടെ 11 കളയുന്നു. സോ നമുക്ക് എത്ര കിട്ടുന്നു? 7 കട്ട് ചെയ്ത് 7 × 11 77 എന്ന് കിട്ടുന്നു. 77 m³/h എന്നാണ് പറയാം. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 77 മീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാം. 1 മണിക്കൂറിൽ 77 മീറ്റർ അതിന് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്മുടെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ലെങ്ത് എത്ര? 50. ബ്രെഡ്ത്ത് എത്ര? 44. ഹൈറ്റ് എത്ര? 7 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഹരിക്കണം. സോ 22 × 7 എന്ന് പറയും. 22നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 154 m³. ഇപ്പോൾ വോളിയം കിട്ടി. 1 മണിക്കൂറിൽ 77 m³ ഫില്ല് ചെയ്യാൻ പറ്റും. ഏതിന്? ഈ വെള്ളം ഇങ്ങനെ വെള്ളം വന്നാൽ, ഈ രീതിയിൽ വെള്ളം വന്നാൽ നമ്മുടെ ഏരിയ ഫില്ല് ചെയ്യാനുള്ള എത്രയാണ്? 154 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. സോ ടൈം ഈസ് ഈക്വൽ ടു വോളിയം ഡിവൈഡഡ് ബൈ ഫ്ലോ. വോളിയം എത്ര? വോളിയം 154. ഫ്ലോ എത്രയാണ്? 77. അപ്പോൾ എത്ര കിട്ടും? 2 hours. എപ്പോഴും അവറിലായിരിക്കും കിട്ടുക. സോ ആൻസർ എത്ര ആയിരിക്കും? 2 hours. ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഷുഡ് കം ഇൻ പ്ലേസ്? ക്വസ്റ്റ്യൻ മാർക്ക്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. കാരണം എത്ര? 273. 273 നിന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഇങ്ങോട്ട് വന്നപ്പോൾ 10 കുറഞ്ഞു. ഇവിടെ നോക്കിക്കേ, എത്ര കുറഞ്ഞു? 15 കുറഞ്ഞു. അപ്പോൾ ഇവിടെ കുറയേണ്ടത് 20 ആയിരിക്കും. സോ ഇവിടെ 10 കുറഞ്ഞു, ഇവിടെ 15 കുറഞ്ഞു, 20 കുറഞ്ഞു. ഇവിടെ കുറയുന്ന എത്രയാണ്? 25. അപ്പോൾ ഇവിടെ 20 കുറയണം. 248 - 20 228. 228 നിന്ന് വീണ്ടും
എത്ര കുറയ്ക്കുമ്പോൾ 25 കുറയ്ക്കുമ്പോഴല്ലേ 203 കിട്ടുക. സോ നമ്മൾ എടുത്തത് കറക്റ്റാണ്. സോ ആൻസർ എത്ര കിട്ടും? 228. അതായത് 5, 10, 15, 20, 25 വെച്ച് കുറഞ്ഞു പോകുന്നു. അടുത്ത ചോദ്യം എന്താ? ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹2,160, പ്രശാന്ത് അലൗസ് എ 20% ഡിസ്കൗണ്ട് ആൻഡ് ഏൺസ് 28% പ്രോഫിറ്റ്. അപ്പോൾ ഇയാൾ 2,160 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പം 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്ന്, ഇയാളുടെ സെല്ലിംഗ് പ്രൈസ്. ഇയാൾ 2,160 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ഡിസ്കൗണ്ട് കൊടുത്തു. എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം ഇയാൾ 80 രൂപയ്ക്കാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ അയാളുടെ മാർക്ക്ഡ് പ്രൈസിൻ്റെ 80% ആണ്. 80% ഓഫ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നതാണ് ഈ 2,160. ഇനി അതേ 2,160 തന്നെ അയാൾ വിറ്റപ്പോൾ അയാൾക്ക് 28% ലാഭം കിട്ടിയെന്നല്ലേ പറയുന്നത്? 28% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ അയാളുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 128% ആണ് എന്തെന്ന് പറയുന്നത് 2,160. അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ നിന്ന് കോസ്റ്റ് പ്രൈസും കണ്ടുപിടിക്കാം, മാർക്ക്ഡ് പ്രൈസും കണ്ടുപിടിക്കാം. അപ്പോൾ ഇയാളുടെ കോസ്റ്റ് പ്രൈസ് എത്ര? ഇയാളുടെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ആദ്യം ഏത് വേണേലും ആദ്യം കണ്ടുപിടിക്കും. ഇപ്പോൾ ഞാൻ ആദ്യം കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്നു. കോസ്റ്റ് പ്രൈസ് എങ്ങനെ? ഈ കോസ്റ്റ് പ്രൈസിൻ്റെ 128% ഇത്. ഏത്? ഈ 2,160. അപ്പം ഞാൻ ചോദിക്കട്ടെ, 1% എത്ര? എടാ മക്കളെ, 128% 2,160 ആണെങ്കിൽ 1% എങ്ങനെ കണ്ടുപിടിക്കും? 2,160 ഡിവൈഡഡ് ബൈ 128. 1% കിട്ടി. നമുക്ക് വേണ്ടത് കോസ്റ്റ് പ്രൈസ് അല്ലേ? കോസ്റ്റ് പ്രൈസിൻ്റെ 100% കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതിൻ്റെ 128% 2,160. കോസ്റ്റ് പ്രൈസ് എത്രയാണോ അതിൻ്റെ 128% 2,160. അപ്പം 100% കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ 100% കണ്ടുപിടിക്കണം. എത്ര കിട്ടും? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1,687.5 എന്ന് കിട്ടും. എന്ത്? നമ്മുടെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഇനി നമുക്ക് മാർക്ക്ഡ് പ്രൈസ് കണ്ടുപിടിക്കാം. മാർക്ക്ഡ് പ്രൈസ് എങ്ങനെ? മാർക്ക്ഡ് പ്രൈസിൻ്റെ 80% 2,160. അപ്പോൾ 1% എത്ര? 1% എത്ര? 2,160 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. എത്ര കിട്ടും നമുക്ക്? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2,700 എന്ന് കിട്ടും. അപ്പോൾ അതാണ് എന്ത്? മാർക്ക്ഡ് പ്രൈസ്. ഇനി എന്തോ പറയുന്നത്? ഇയാൾ ഈ ഡിസ്കൗണ്ട് കൊടുക്കാതെ, ഇഫ് ദി ആർട്ടിക്കിൾ ഈസ് സോൾഡ് വിത്തൗട്ട് എനി ഡിസ്കൗണ്ട് കൊടുക്കാതെ എത്ര രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ, ഡിസ്കൗണ്ട് കൊടുക്കാതെ വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് എത്ര ശതമാനം ലാഭം കിട്ടും? ഡിസ്കൗണ്ട് കൊടുത്ത് വിറ്റതാണല്ലോ 2,160. ഡിസ്കൗണ്ട് കൊടുക്കാതെ വിൽക്കുകയായിരുന്നെങ്കിലോ സെല്ലിംഗ് പ്രൈസ് 2,700 അയാൾക്ക് വിൽക്കാമായിരുന്നു. അപ്പോൾ ഇത് അയാളുടെ കോസ്റ്റ് പ്രൈസും ഇത് അയാളുടെ സെല്ലിംഗ് പ്രൈസും ആയിരിക്കും അല്ലേ? അപ്പം അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എത്ര രൂപയ്ക്ക് വിൽക്കാൻ ഡിസ്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ അയാൾക്ക്? 2,700. എത്ര രൂപയുടെ സാധനമാണ്? കോസ്റ്റ് പ്രൈസ് എത്ര? 1,687.5. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ലാഭം എത്രയാണ്? 1,012.5. കണ്ടുപിടിക്കേണ്ടത് എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര മക്കളെ? 1,012.5. കോസ്റ്റ് പ്രൈസ് എത്ര? 1,687.5 ഇൻറ്റു 100 എത്ര കിട്ടും? 60% നമുക്ക് ആൻസർ കിട്ടും. 60%. ഓപ്ഷൻ ബി 60%. അടുത്ത ചോദ്യം. The sum of two numbers is 30. 4 times one number is 1 more than 3 times of other number. The larger number is. അതായത് നമുക്ക് 2 നമ്പർ ഉണ്ട്, എക്സും വൈയും. എക്സും വൈയുടെ കൂട്ടിയാൽ എത്ര കിട്ടും? 30 കിട്ടും. 4 times of one number, അപ്പം എക്സ് 4x is equal to 1 more than 3 times of another number. 1 more than 3 times of another number എന്ന് പറയുമ്പോൾ അനദർ നമ്പർ ഏതാണ്? വൈ അല്ലേ? സോ 3y-യേക്കാൾ 1 കൂട്ടിയാൽ മതി. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഇതിനകത്ത് നിന്ന് കിട്ടും. എന്താണ്? 4x minus 3y is equal to 1. വേണമെങ്കിൽ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് ഗുണിക്കുന്നു, ഈ ഫസ്റ്റ് ഇക്വേഷൻ. അങ്ങനെയൊക്കെ ഗുണിച്ച് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ബാക്കി ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് x 13 എന്നും y 7 എന്നും കിട്ടും.
സോറി y 17 എന്നും കിട്ടും. എക്സ് 13 എന്നും എക്സ് ഈസ് ഈക്വൽ ടു 13 എന്നും y ഈസ് ഈക്വൽ ടു 17 എന്നും നിങ്ങൾക്ക് ഇതിനകത്തിൽ നിന്ന് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ അസ്യൂം ചെയ്യുക 13. ഇപ്പോൾ ഞാൻ എക്സ് 13 ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ y എത്ര ആയിരിക്കും? 30 മൈനസ് 13 എത്ര കിട്ടുന്നു? 17. ഇനി ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നോക്കുക. എക്സിൻ്റെ 4 മടങ്ങ് എടുക്കുന്നു, 13 ഇൻറ്റു 4. അത് തന്നെയാണോ 17 ഇൻറ്റു 3 പ്ലസ് 1? 13 ഇൻറ്റു 4 എത്ര? 52. 17 ഇൻറ്റു 3 എത്രയാണ്? 51 പ്ലസ് 1. ശരിയല്ലേ? 52 ഈസ് ഈക്വൽ ടു 52. അപ്പോൾ നമ്മൾ എടുത്തത് കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഫൈൻഡ് ദ ലാർജർ നമ്പർ ആണ് ചോദ്യം. ലാർജർ നമ്പർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 13 ആണോ 17 ആണോ വലുത്? 17 ആണ് വലുത്. സോ ആൻസർ എത്ര? 17. ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം. പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ്, ആരവ് സെഡ് ഹി ഈസ് ദ സൺ ഓഫ് മൈ ഡോട്ടേഴ്സ്. ആക്ച്വലി റീസണിങ്ങിൻ്റെ ചോദ്യമാണ്. കണ്ടപ്പോൾ ഒരു രസം തോന്നിയത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. ഞാൻ റീസണിങ്ങിൻ്റെ ചോദ്യങ്ങൾ അങ്ങനെ നമ്മൾ ഇതിനകത്തിൽ ചെയ്യാറില്ല. കണ്ടപ്പോൾ ഒരു രസം തോന്നിയത് കൊണ്ട് എടുത്തതാണ്. പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ്, ആരവ് സെഡ് ഹി ഈസ് ദ സൺ ഓഫ് മൈ ഡോട്ടേഴ്സ് മദർ. എന്താ ഇപ്പം പറയുക? ഈ ഡോട്ടേഴ്സ് മദർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ മകളുടെ അമ്മ. ഒരു കൊച്ചിനെ നോക്കിയിട്ട് ഞാൻ പറയുകയാണ് ഹി ഈസ് ദ സൺ ഓഫ് മൈ ഡോട്ടേഴ്സ് മദർ. ഈ നിൽക്കുന്നവനുണ്ടല്ലോ, ഇവൻ ആരാന്നറിയോ? ഇവന് എൻ്റെ മകളുടെ അമ്മയുടെ മോനാണ്. യജാതി സൈക്കോ ആയിരിക്കും ഇങ്ങനെയൊക്കെ ഡയലോഗ് പറയുക. സാധാരണ ആരെയും ഇങ്ങനെ പറയൂ? സാധാരണ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയാണോ ഇത്? അല്ല. സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെയാണോ പറയുക? അല്ല. അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി ഈസ് ദ സൺ ഓഫ് മൈ ഡോട്ടേഴ്സ് മദർ. അതായത് ആ കൊച്ചനെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അവൻ്റെ മാനസികാവസ്ഥയെ പറ്റിയും കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഒരു പയ്യനെ നോക്കിക്കൊണ്ട് ഒരു അച്ഛനാണ് ഈ പറയുന്നത്. ഒരു അച്ഛനാണെന്ന് ചോദ്യത്തിൽ പറയുന്നില്ല, എങ്കിലും ഞാൻ പറയുവാണ്. ഒരു പയ്യനെ നോക്കിക്കൊണ്ട് ഒരുത്തൻ പറയുവാണ്, ഈ നിൽക്കുന്നവനുണ്ടല്ലോ ഇവൻ എന്താണ്? എൻ്റെ മകളുടെ അമ്മയുടെ മകനാണെന്ന്. എടാ, എൻ്റെ മകളുടെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ്. വേറെ തലങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ മാത്രമേ ചിന്തിക്കാവൂ. എൻ്റെ ഭാര്യയുടെ അമ്മ, അല്ല, എന്താണ്? എൻ്റെ മകളുടെ അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? എൻ്റെ ഭാര്യയാണ്. ആ അമ്മയുടെ മോൻ, എൻ്റെ ഭാര്യയുടെ മകൻ എന്ന് പറഞ്ഞാൽ എൻ്റെയും മകനല്ലേ. സോ ആൻസർ എന്താണ്? സണ്ണാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ഫാമിലി ട്രീ ഒക്കെ വരച്ച് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കോ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഹി ഈസ് ദ സൺ ഓഫ് മൈ ഡോട്ടേഴ്സ് മദർ. ഇപ്പം ഒരാൾ നിൽക്കുകയാണ്. ഹി ഈസ് ദ സൺ ഓഫ് മൈ ഡോട്ടേഴ്സ് മദർ. എൻ്റെ മകൾ, എനിക്കൊരു മകളുണ്ടല്ലോ, ഇതെൻ്റെ മകളാണെന്ന് വിചാരിച്ചു. എൻ്റെ മകളുടെ അമ്മ. എൻ്റെ മകളുടെ അമ്മ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഇത് ഞാനാണ്. എൻ്റെ വൈഫ് ആയിരിക്കത്തില്ലേ? ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്? എൻ്റെ വൈഫിൻ്റെ മകൻ. ഈ വൈഫിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ സഹോദരനായിരിക്കും. അതേപോലെ അറ്റ് ദ സെയിം ടൈം എൻ്റെ മകനും ആയിരിക്കത്തില്ലേ? വൈഫിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ എൻ്റെയും മകനല്ലേ. സോ ആൻസർ എന്താണ്? സൺ. കേട്ടോ, വെറുതെ മനുഷ്യനെ ചിന്തിപ്പിക്കാനുള്ള ഓരോ ചോദ്യങ്ങളല്ല, ഒന്നുമില്ല. അടുത്ത ചോദ്യം. The length of 3 sides of a triangle are 12 cm, 15 cm and 21 cm respectively. Find the area in centimeter of the triangle. So 3 വശങ്ങൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ABC അല്ലേ? A എന്ന് പറഞ്ഞാൽ 12, B എന്ന് പറഞ്ഞാൽ 15, C എന്ന് പറഞ്ഞാൽ 21. സോ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C എന്ന് പറയുന്നൊരു ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷോർട്ട് കട്ടല്ല, ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ S എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A പ്ലസ് B പ്ലസ് C ബൈ 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ 12 പ്ലസ് 15 പ്ലസ് 21 48 എന്ന് കിട്ടും. 48 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. സോ എസിൻ്റെ വാല്യൂ എത്രയാണ്? 24. സോ നമ്മളത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 24 ഇൻറ്റു S മൈനസ് A എന്ന് പറയുമ്പം അല്ല പോട്ടെ, ഞാനങ്ങ് എഴുതാം. 24 മൈനസ് 12 ഇൻറ്റു S മൈനസ് B എന്ന് പറയുമ്പോൾ 24 മൈനസ് 15 ഇൻറ്റു S മൈനസ് C എന്ന് പറയുമ്പോൾ 24 മൈനസ് 21. അപ്പോൾ റൂട്ട് ഓഫ് 24 ഇൻറ്റു
12 ഇൻറ്റു 9 ഇൻറ്റു 3 24 ഇൻറ്റു 12 ഇൻറ്റു 9 ആണെങ്കിൽ 24 നമുക്ക് 6 ഇൻറ്റു 4 ഇൻറ്റു 12 വേണമെങ്കിൽ നമുക്ക് 3 ഇൻറ്റു 4 അല്ലെ പോട്ടെ 6 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 വേണമെങ്കിൽ ഇനിയും ചെറുതാക്കിയൊക്കെ എഴുതാം. 6നെ നമുക്ക് വേണമെങ്കിൽ 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇവിടെയും 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 അങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് 3 ഇൻറ്റു 2 6 3 ഇൻറ്റു 2 6 6 2 പ്രാവശ്യം വരും. അപ്പോൾ 36. സോ 36 പിന്നെ ഒരു 6 അധികം വരും 36√6 എന്ന് കിട്ടും കേട്ടോ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഈ ഫാക്ടറൈസേഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ 36√6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ 36√6 എന്ന് കിട്ടും. ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം എന്താണ്? രവീസ് എക്സ്പെൻഡിച്ചർ 70% ഓഫ് ഹിസ് ഇൻകം. ഇഫ് ഹിസ് ഇൻകം ഇൻക്രീസസ് ബൈ 20% ആൻഡ് ഹിസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ 10%, ദെൻ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഹിസ് സേവിങ്സ്. രവിയുടെ എക്സ്പെൻഡിച്ചർ, സോ രവിയുടെ ഇൻകം നമുക്കറിയത്തില്ല. സോ രവിയുടെ ഇൻകം 100 ആണെന്ന് വിചാരിക്കുക. രവിയുടെ എക്സ്പെൻഡിച്ചർ പറഞ്ഞിട്ടുണ്ട് 70 ആണെന്ന്. അപ്പോൾ രവി ഇപ്പോൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയായിരിക്കും? 30 ആയിരിക്കും. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ രവിയുടെ ഇൻകം 20% കൂടി. അപ്പോൾ 100 എന്നുള്ളത് എത്രയായി? 120 ആയി. എക്സ്പെൻഡിച്ചർ 10% കൂടി. അപ്പോൾ 70 എന്നുള്ളത് എത്രയായി? 77 ആയി. സേവിങ്സ് എത്ര ആയിരിക്കും? 170 നിന്ന് 77 കുറച്ചാൽ, സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതാണ് സേവിങ്സ്. വരുമാനത്തിൽ നിന്ന് ചിലവെല്ലാം കുറച്ച് കഴിയുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുന്നത്? സേവിങ്സ് കിട്ടുന്നത്. അപ്പോൾ 120 നിന്ന് 77 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 43 എന്ന് കിട്ടും. സോ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എത്ര ശതമാനം കൂടി? 30 എന്നുള്ളത് 43 ആയി. എത്ര കൂടി? 13 കൂടി. പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ച ഓർക്കുന്നുണ്ടോ? ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. എന്തുവാ ചേഞ്ചും ബേസും ഒക്കെ? എവിടെ നിന്നാണോ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാവുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ബേസ്. എത്രയാണോ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാവുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച്. സോ ചേഞ്ചും ബേസും. സോ ചേഞ്ച് 13, ബേസ് 30 ഇൻറ്റു 100. സോ 130 ഡിവൈഡഡ് ബൈ 3. 130 ഡിവൈഡഡ് ബൈ 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് എത്ര കിട്ടും? 43 ആൻഡ് 1/3 അല്ലെങ്കിൽ 43.33% എന്ന് കിട്ടും. യെസ്, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നമ്പർ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമുള്ള ചോദ്യമാണ്. 5, 4, 9, 26, 105 ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് എന്തായാലും മൾട്ടിപ്ലൈഡ് ആയിട്ട് പോയിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി ചോദ്യം കണ്ടപ്പോൾ തന്നെ. കാരണം 5, 4 ഇവിടെ മാത്രമേ കുറയുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് നല്ല രീതിക്ക് ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്ത് പോകാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. സോ 5 എങ്ങനെ 4 ആയെന്ന് ചോദിച്ചാൽ 5 ഇൻറ്റു 1 മൈനസ് 1. 4 എങ്ങനെ 9 ആയി? 4 ഇൻറ്റു 2 പ്ലസ് 1. 9 എങ്ങനെ 26 ആയി? 9 ഇൻറ്റു 3 മൈനസ് 1. 26 എങ്ങനെ 105 ആയി? 26 എങ്ങനെ 105 ആയി എന്ന് ചോദിച്ചാൽ 26 ഇൻറ്റു 4 പ്ലസ് 1, 104 പ്ലസ് 1. അപ്പോൾ അടുത്ത എന്തായിരിക്കും? സോ ഇവിടെ നോക്കിക്കേ, പാറ്റേൺ മനസ്സിലായോ? ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 4 പ്ലസ് 1. സോ അടുത്ത എന്തായിരിക്കും? ഇൻറ്റു 5 മൈനസ് 1. സോ 105 ഇൻറ്റു 5 എത്ര കിട്ടും? 525 മൈനസ് 1. 525 നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 524. ഓപ്ഷൻ ബി ഓപ്ഷൻ. അടുത്ത ചോദ്യം. എ മാൻ ട്രാവൽഡ് 4 equal distance of 3 km at a speed of 10, 20, 30 and 40 km per hour respectively. What is his average speed in kilometer per hour? അപ്പോൾ അയാളുടെ ശരാശരി വേഗത എത്രയാണെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് നോക്കാം. എ മാൻ ട്രാവൽഡ് 4 equal distance. അപ്പം 1, 2, 3, 4 ഇത് നിങ്ങൾ ഈക്വൽ ആണെന്ന് വിചാരിച്ചോണേ. സോ ഇതിപ്പോൾ 5 എണ്ണം ഉണ്ടല്ലോ ഇവിടെ. സാരമില്ല, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ എല്ലാം 3 കിലോമീറ്റർ, 3, 3, 3, 3. അപ്പോൾ എല്ലായിടും ഡിസ്റ്റൻസ് 3 ആണ്. 3 കിലോമീറ്റർ ആണ് എല്ലായിടും ഡിസ്റ്റൻസ്. ഓരോരുത്തും സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. എത്രയൊക്കെയാണ്? ഇവിടെ 10,
ഇവിടെ 20, ഇവിടെ 30, ഇവിടെ 40. അപ്പോൾ മക്കളെ ഒറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ മതി, ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോണം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എളുപ്പമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 3, 3, 3, 3. സോ 3 × 4 എത്രയാണ്? 12 കിലോമീറ്റർ. പിന്നെ ഒരല്പമെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടി വരുന്നത് ടോട്ടൽ ടൈമിൻ്റെ കാര്യത്തിലാണ്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഓരോ ഇതിനെ വേണമെങ്കിൽ T1, T2, T3, T4 അങ്ങനെയൊന്നും വിളിക്കണമെന്നില്ല. ഓരോടത്തെയും ടൈം കണ്ടുപിടിച്ച് കൂട്ടണം. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഡിസ്റ്റൻസ് ഇവിടുത്തെ എത്ര ആയിരിക്കും? 3/10 പ്ലസ് അടുത്ത ഡിസ്റ്റൻസ് 3/20, അടുത്ത ഡിസ്റ്റൻസ് 3/30 പ്ലസ് അടുത്ത ഡിസ്റ്റൻസ് 3/40. ശരിയാണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാത്തിൻ്റെ LCM എടുക്കുന്നു. 120 എന്ന് കിട്ടുന്നു. 120 എന്ത് ചെയ്യുന്നു? 10 കൊണ്ട് ഹരിക്കുന്നു. എത്ര കിട്ടുന്നു? 12. 12 × 3 36. വീണ്ടും 120 നമ്മൾ 20 കൊണ്ട് ഹരിക്കുന്നു. കാരണം LCM വെച്ച് കൂട്ടാൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്? LCM കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ആ LCMനെ ഓരോ ടേമിൻ്റെയും ഡിനോമിനേറ്റർ കൊണ്ട് ഹരിക്കുന്നു, എന്നിട്ട് ന്യൂമറേറ്റർ കൊണ്ട് ഗുണിക്കുന്നു. അപ്പം 120നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 6, 3, 18. പിന്നെ വീണ്ടും 120നെ 3 കൊണ്ട് ഹരിക്കുന്നു. 4, 4, 3, 12. വീണ്ടും 120നെ 40 കൊണ്ട് ഹരിക്കുന്നു. എത്ര കിട്ടുന്നു? 3, 3 × 3 9. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടുന്നു. നമുക്ക് എത്ര കിട്ടുന്നു? 75 ഡിവൈഡഡ് ബൈ 120. അപ്പോൾ മക്കളെ നോക്കിക്കോ, ടോട്ടൽ ഡിസ്റ്റൻസും കിട്ടി, ടോട്ടൽ ടൈമും കിട്ടി. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 3 അല്ല 12. ടോട്ടൽ ഡിസ്റ്റൻസ് 12 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്ര? 75/120. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 75/120 എന്ന് പറയുമ്പോൾ രണ്ടിനെയും 15 കൊണ്ട് ഹരിച്ചിട്ട് നമുക്ക് 5/8 എന്ന് എഴുതാം. അപ്പോൾ 5/8. അപ്പോൾ ഇവിടെ 12 × ഡിനോമിനേറ്ററിൽ ഒരു ഭിന്നസംഖ്യയാണ് കിടക്കുന്നത്, അതുകൊണ്ട് അതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. സോ എത്ര കിട്ടുന്നു? 8/5. 12 × 8 96/5. 96നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 19.2 എന്തുവാ? കിലോമീറ്റർ പെർ അവർ. സോ ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നു. ശരിയാണോ? 19.2 ഓപ്ഷനിലുണ്ട്. ശരിയാണോ നോക്കാം. യെസ്, 19.2. അടുത്ത ചോദ്യം. എ ടവർ കാസ്റ്റ് എ ഷാഡോ വിച്ച് 450 meter long. സോ ഒരു ടവർ ഇവിടെ നിൽപ്പുണ്ട്. ഒരു ടവർ ഇച്ചിരി വൃത്തിയായിട്ട് വരയ്ക്കാൻ ശ്രമിക്കാം. ഒരു ടവർ, അതിനോട് ഇച്ചിരി മാറിയാന്ന് തോന്നുന്നു ഒരു മനുഷ്യൻ എന്താ ഇവിടെ നിൽപ്പുണ്ട്. മനുഷ്യൻ ഇച്ചിരി ഉള്ളല്ലോ, ഇത്രയും. ഇത് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ടവറിൻ്റെ ഇത്രയൊക്കെ നീളമുള്ള മനുഷ്യനുണ്ടോ എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്, അതിൽ ചോദ്യമില്ല. അപ്പോൾ എന്താണ്, ഈ ടവർ ഒരു ഷാഡോ ഉണ്ടാക്കുന്നുണ്ട്. 450 meter ടവറിൻ്റെ ഷാഡോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നെന്ന് വിചാരിക്കുക. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ടവറിൻ്റെ ടോപ്പിൽ നിന്ന് ഷാഡോയുടെ എഡ്ജിലേക്ക് ഒരു നമുക്ക് വരയ്ക്കാമല്ലോ. അടിപൊളി. എനിക്ക് വയ്യ. അപ്പോൾ ഇതിനെ നമ്മൾ ഹൈറ്റ്, ഇതാണ് ഈ എച്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ നീളം പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 450 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിൾ കാണും. ഇതിനെ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയും കേട്ടോ. ഇനി മനുഷ്യൻ്റെ കാര്യം നോക്കാം നമുക്ക്. മനുഷ്യൻ്റെ കാര്യം, മനുഷ്യൻ വേണമെങ്കിൽ ഞാൻ വേറൊരു കളർ എടുക്കാം. എന്തായാലും കുറച്ച് ക്രിയേറ്റീവ് ആയിക്കോട്ടെ. ഇന്ത കളർ എടുക്കാം. അടിപൊളി. കുഞ്ഞു വേണം. ഇച്ചിരി വലുതാക്കി വരയ്ക്കുകയാണ് ഞാൻ. സ്കെയിൽ അങ്ങ് മാറ്റുവാണ്. സ്കെയിലൊന്നും ഇല്ല, ചുമ്മാ അങ്ങ് വരയ്ക്കുകയാണ്. ഇച്ചിരി വലുതാക്കി വരയ്ക്കുക. മനുഷ്യനാണെന്നൊന്നും നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതിയേ. ഓക്കെ, ഇതാണ് മനുഷ്യൻ. അപ്പം മനുഷ്യൻ്റെ നീളം എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 2 മീറ്ററാണ് മനുഷ്യൻ്റെ ഹൈറ്റ്. ഈ മനുഷ്യനും ഒരു ഷാഡോ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ ഷാഡോ, മനുഷ്യനുണ്ടാക്കുന്ന ഷാഡോ ഇതാ ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പോലെ ഒരു ഇത് വരയ്ക്കാമല്ലോ നമുക്ക്. യെസ്. അപ്പോൾ ഇവിടെയും ആംഗിൾ, ഇവിടെ ഈ രണ്ടിടത്തും വരുന്ന ആംഗിൾ സെയിം ആയിരിക്കും. കാരണം രണ്ടിടത്തേയും ആംഗിൾ ഓഫ് എലിവേഷൻ സെയിം ആയിരിക്കും. കാരണം ആ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് രണ്ടിടത്തും സെയിം ആയിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ അതിനെ തീറ്റ എന്ന് വിളിക്കാം. തീറ്റ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. തീറ്റ ഞാൻ തീറ്റയൊക്കെ വരച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇത് മാൻ്റെ ഷാഡോ, ഇത് ടവറിൻ്റെ ഷാഡോ. ഓക്കെ ആണോ മക്കളെ? അതെ. ഇനി എന്താ,
ഇനി മാൻ്റെ ഹൈറ്റ് 2 ആണെന്നും ഷാഡോയുടെ നീളം 5 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏത് റേഷ്യോ എടുക്കും? നമുക്ക് 3 റേഷ്യോ ഉണ്ട്. എന്തൊക്കെയാണ് 3 ട്രിഗണോമെട്രിക് റേഷ്യോസ്? സോക്കട്ടോവ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണെങ്കിൽ സൈൻ, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണെങ്കിൽ കോസ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണെങ്കിൽ ടാൻ. സോക്കട്ടോവ. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കേ, ഈ ആംഗിളിൻ്റെ അടുത്ത് കിടക്കുന്നവൻ 5, ഓപ്പോസിറ്റ് കിടക്കുന്നവൻ 2. അപ്പോൾ അടുത്ത് കിടക്കുന്നവനും ഓപ്പോസിറ്റ് കിടക്കുന്നവനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ടാൻ. അപ്പോൾ ഇത് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ 2/5. എടാ ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും ഇവിടെയും വരിക. അപ്പോൾ ഇവിടുത്തെ ടാൻ തീറ്റ 2/5 ആണെങ്കിൽ ഇവിടുത്തെ ടാൻ തീറ്റയും എന്ത് തന്നെ ആയിരിക്കും? 2/5 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ടാൻ തീറ്റ ഇത് ടവറിൻ്റെ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എച്ച് അഡ്ജസൻറ്റ് 450. ഇവിടുത്തെ ടാൻ തീറ്റയുടെ വാല്യൂ എത്ര? ഇത് തന്നെ അല്ലേ? അതെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2/5 ഈസ് ഈക്വൽ ടു h/450. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കോ, 5h ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5h ഈസ് ഈക്വൽ ടു 2 × 450. സോ h ഈസ് ഈക്വൽ ടു 2 × 450 ഡിവൈഡഡ് ബൈ 5. എത്ര കിട്ടും? 90. 90 × 2 180 മീറ്റർ. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സോക്കട്ടോവ പഠിച്ചു വെക്കുക കേട്ടോ. സോക്കട്ടോവ ഓർത്തിരിക്കുക. സോക്കട്ടോവ ഇതുപോലെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നിങ്ങളെ സംരക്ഷിക്കും. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ട്രിഗണോമെട്രിയുടെ ഒരു ചാപ്റ്റർ ഉണ്ട്, നമുക്ക് എടുക്കാം, വിശദമായി തന്നെ നമുക്കത് എടുക്കാം. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 180 മീറ്റർ എന്ന് ആൻസർ കിട്ടി. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലാസ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം എനിക്ക് ഒന്ന് പറയാനുണ്ട്. ഈ ഭാഗം വരെയൊക്കെ അവസാനം എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാൽ പോലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട്, ഒരു കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ വരുന്ന പരീക്ഷകൾക്കൊക്കെ കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അതിപ്പോൾ നമ്മളുടെ RRB ആയാലും SSC ആണെങ്കിലും എല്ലാ പരീക്ഷകൾക്കും, ഈവൻ കേരള PSC പോലും ഇപ്പോൾ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കറണ്ട് അഫേഴ്സ് പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് എല്ലാ ദിവസവും നമ്മൾ ഒരു പത്രം, നമ്മുടേതായിട്ടുള്ള ഒരു പത്രമൊന്നും അതിനെ വിളിക്കാൻ പറ്റത്തില്ല, നമ്മുടേതായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണം, ഒരു ഡെയിലി പബ്ലിക്കേഷൻ നമ്മുടേതായിട്ടുള്ളത്, അത് ബുക്കായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് ലഭിക്കും. അതിനകത്തിൽ ഡെയിലി ന്യൂസ് ഹെഡ്ലൈൻസ്, ഡെയിലി വൊക്കാബുലറി, അതേപോലെ ഡെയിലി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എക്സാം, അതുപോലെ ഡെയിലി റീസണിങ് എക്സാം, ഡെയിലി സ്റ്റാറ്റിക് GK, ഇങ്ങനെ ഈ 5 സപ്ലിമെൻറ്റുകൾ അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ, അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു ഭാഗമാണ് ഡെയിലി ന്യൂസ് ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഹെഡ്ലൈൻസ് നിങ്ങൾക്ക് നാളെ, ഇന്ന് രാത്രി 7 മണി വരെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ 7 മണി വരെ സംഭവിക്കുന്ന രാജ്യാന്തര അല്ലെങ്കിൽ രാജ്യത്തെ ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള പ്രധാന വിഷയങ്ങളെ, അതിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളാണ് പ്രധാനപ്പെട്ട ന്യൂസ് ഹെഡ്ലൈൻസ്, നാളത്തെ പത്രങ്ങളിൽ വരാൻ സാധ്യതയുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതൊരു PDF ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഇംഗ്ലീഷും GK എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് GK ആണ്. ഇതെല്ലാം ഉൾപ്പെടെ ഒരു PDF ബണ്ടിലായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട്, കുറേ അധികം എഫേർട്ട് അതിൻ്റെ പുറകിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണേലും ആ കണ്ടൻറ്റ് ആക്സസിബിൾ ആയിരിക്കും. ആപ്പിലൂടെയും നമ്മളത് ഫ്രീ ആയി തന്നെ കൊടുക്കുന്നുണ്ട്. ഡെയിലി PDF എന്നും പറഞ്ഞിട്ട്, PDF ഡൈജസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പേരുമൊക്കെ ഇട്ട് നമ്മളത് ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആപ്പിലൂടെ നിങ്ങൾക്കത് കിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് എല്ലാ ദിവസവും എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഡെയിലി ന്യൂസ് ഹെഡ്ലൈൻസ് അങ്ങനെ എഴുതി വെച്ച് പഠിക്കുക. ഞാൻ ഉറപ്പ് പറയാം, എല്ലാ ദിവസവും അത് എഴുതി വെച്ച് പഠിക്കുന്ന ഒരാളിന്, എല്ലാ ദിവസവും ഞങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഈ ഒരു ഡെയിലി ന്യൂസ് ഹെഡ്ലൈൻസ് എഴുതി വെച്ച് പോകുന്ന ഒരാളിന്
6 മാസം കഴിഞ്ഞ് ഇന്നേക്ക് 6 മാസം കഴിഞ്ഞ് നടക്കുന്ന ഏത് പരീക്ഷ എടുത്താലും അതിലെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ, കറണ്ട് അഫേഴ്സ് മാർക്ക് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയർ ആണ്, വളരെ സിമ്പിളാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാ ദിവസവും പ്രൊവൈഡ് ചെയ്യുന്ന ഡെയിലി ന്യൂസ് ഹെഡ്ലൈൻസ് എന്ന് പറയുന്ന PDF, അത് ഫ്രീ ആയിട്ട്, ഒരു പൈസ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അതിലെ ന്യൂസ് ഹെഡ്ലൈൻസ് എല്ലാ ദിവസവും എഴുതി വെച്ച് അത് എല്ലാ ദിവസവും റിവൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇന്നേക്ക് 6 മാസം കഴിഞ്ഞ് വരുന്ന ഏത് പരീക്ഷ, അതിനിടയ്ക്ക് വരുന്ന പരീക്ഷകൾക്കുമൊക്കെ അത് പ്രയോജനപ്പെടും. ഇന്നേക്ക് 6 മാസം കഴിഞ്ഞ് വരുന്ന ഏത് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ മുഴുവൻ മാർക്ക് കിട്ടിയിരിക്കും. ഇത് എൻ്റെ വാക്കാണ്. ആ രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇനി ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്, നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മളുടെ ഒരു വാട്സാപ്പ് ചാനലുണ്ട്, അതിൽ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്കും ഇതൊരു PDF ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇമേജസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ടായിരുന്നു. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി വൺ മോർ തിങ്, തീർന്നിട്ടില്ല. നമ്മൾ ഒരു മന്ത്ലി കറണ്ട് അഫേഴ്സ് ബുക്ക് കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് അല്ലെങ്കിൽ 5-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും 5-ാം തീയതിക്കകം അത് നിങ്ങളിലേക്ക് എത്തും. അതും ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് നമ്മൾ പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കുന്നില്ല. അതായത് എല്ലാ മാസവും തൊട്ട് മുമ്പത്തെ മാസത്തെ ഇപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നവംബർ മാസത്തെ ആയിരിക്കും. അപ്പോൾ നവംബർ മാസത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതിനെ പല കാറ്റഗറൈസ്ഡ് ആയിട്ട് നമ്മൾ തിരിച്ച് സ്പോർട്സ്, നാഷണൽ, ഇൻ്റർനാഷണൽ, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അങ്ങനെ ഇതെല്ലാം കൂടെ കാറ്റഗറൈസ്ഡ് ആയിട്ട് ഒരു 10-40ഓളം പേജ് ഉൾപ്പെടെയുള്ള ഒരു എക്സ്ക്ലൂസീവ്, ഒരു എന്താ പറയുക, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ നാളെ തന്നെ, മാക്സിമം നാളേക്കുള്ളിൽ തന്നെ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. 5-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാ മാസവും അത് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിലും അവൈലബിൾ ആയിരിക്കും, നമ്മുടെ ആപ്ലിക്കേഷനിലും അവൈലബിൾ ആയിരിക്കും, വാട്സാപ്പ് ചാനലിലും അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഒരു പൈസ പോലും അതിന് നിങ്ങൾക്ക് ചിലവില്ല. സോ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തിന് വേണ്ടി വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മെറ്റീരിയൽസ് വളരെയധികം എഫക്റ്റീവായിട്ട് തന്നെ നമ്മൾ ബാക്ക് എൻഡിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റിസോഴ്സസ് എല്ലാം വളരെയധികം പ്രാധാന്യത്തോടു കൂടി വളരെയധികം പ്രയോജനപ്പെടുത്തുക കേട്ടോ. ഇതിനൊന്നും യാതൊരു ചിലവും നിങ്ങൾക്കില്ല, ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തിക്കുകയൊക്കെ ചെയ്യുക. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.